ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ബീഫ് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ സാധാരണ നമ്മുടെ ആലുവടുപ്പത്ത് വിറകടുപ്പിലുണ്ടാക്കണേ, കുക്കറിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഓയിലാണോ അത് ഉപയോഗിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ബോൾ വെളുത്തുള്ളി തൊലി കളഞ്ഞതും, 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും, ആവശ്യത്തിന് വേപ്പിൻ്റെ ഇല, പച്ചമുളക് 1-2 പച്ചമുളക് ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, നല്ലൊരു സ്മെല്ലും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ അതിലോട്ട് വലിയ ഉള്ളിയാണെങ്കിൽ ഒന്നും, ഒരു മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ ഒരു 1.5 ഉള്ളി ചെറുതായി കനം കുറച്ചരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഉള്ളി വാടിയിട്ട് ഈ ഉള്ളി ഇപ്പം കാണുന്നതിൻ്റെ പകുതിയായിട്ട് വരും. നന്നായിട്ട് വാടിയാൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും, പൊടി നല്ലൊരു പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് ഒരു തക്കാളി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഒരു തക്കാളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് വെന്ത് നല്ലൊരു പേസ്റ്റ് പോലെയാവും. അപ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർക്കുക. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ചേർത്ത് ആ ബീഫിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം പാരണം, എന്നാലുള്ളത് വെന്ത്. നമ്മൾ കുക്കറിലാണെങ്കിൽ വെള്ളം പാരേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് പൊടിയുന്ന വെള്ളം തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇടക്കിടക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തീ കത്തുന്നത് നോക്കണം, അടി പിടിക്കാതെ അതും ശ്രദ്ധിക്കണം കേട്ടോ. ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് നല്ല തിക്ക് ഗ്രേവി ആവുന്നവരെ, തിക്ക് ഗ്രേവി അല്ല, നന്നായിട്ട് എത്രത്തോളം അടുപ്പത്ത് വെക്കുന്നോ അത്രത്തോളം നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും കേട്ടോ. ഞാൻ ഇതിന് കുറച്ച് ബീഫ് വെന്തതിന് ശേഷം കുറച്ച് കറിയായിട്ട് കുറച്ച് എടുത്തിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ വറ്റിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര അടുപ്പത്ത് വെക്കുന്നതോളം നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു തുള്ളി വേപ്പിലയും കൂടെ വിതറി കൊടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടുള്ള ഞാൻ അടിപൊളി ബീഫ് റോസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.